കേരളത്തിന്റെ ഡെന്റൽ വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റയ്ക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഡെൻകെയറിന്റെ മേധാവി ജോൺ കുര്യാക്കോസ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ നിക്ഷേപക സൗഹൃദ കൂട്ടായ്മ ഇത് കേരളത്തെ സഹായിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങ് എങ്ങനെ കാണുന്നു? എത്രത്തോളം ആത്മവിശ്വാസമാണ് ഇവിടെ വരുന്ന നിക്ഷേപകരൊക്കെ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല, മണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് കേരളം ഏറ്റവും വ്യവസായത്തിന് പറ്റിയ മണ്ണാണെന്ന് തെളിയിക്കുന്നതാണ് ഈ മീറ്റ്. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത്, എന്തുമാത്രം ഇൻവെസ്റ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചു. തീർച്ചയായിട്ടും ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മറ്റുള്ളവരുടെ കുറ്റം നോക്കാതെ നമ്മുടെ ഉള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ എല്ലാം കൊണ്ടും നമ്മുടെ ഈ നാട് സ്വർഗമാണെന്ന് പറയുന്നത് വാസ്തവമാണെന്ന് തെളിയിക്കുകയാണ് ഈ വലിയ ക്രൗഡ് ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വേദികളൊക്കെ ശ്രദ്ധിച്ചാലും ഇതിനകത്ത് ഭരണ പ്രതിപക്ഷ ഭേദമില്ല, കേന്ദ്ര ഗവൺമെന്റൊന്നും സംസ്ഥാന സർക്കാരൊന്നുമില്ല. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തോളോട് തോൾ ചേർന്ന് നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു സംഗമം. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്നത് പോലെ പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്? നിക്ഷേപകർ അങ്ങുമായി പങ്കുവയ്ക്കുന്നത് എന്തൊക്കെയാണ്? എൻ്റെ ഒരു ചിന്ത വെച്ച് ധാരാളം സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തുടങ്ങി വന്നിരിക്കുന്നതുണ്ട്. മാത്രമല്ല പല ഇൻഡസ്ട്രീസിനും ഇവിടെ തുടങ്ങാനായിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് തന്നെയാണ് ഇത് തീരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരു വികസനം, അങ്ങനെ കേരളത്തിനൊരു വികസനമുഖം വരുമോ? തീർച്ചയായിട്ടും രാഷ്ട്രീയ ഭേദമില്ലാത്തൊരു വികസനം വന്നെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറി ആരെയും കുറ്റം പറയുന്നു, പല പൊളിറ്റീഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം, നമ്മുടെ കേരളം എങ്ങനെയെങ്കിലും വികസിക്കണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി, നാം കേരളീയർ ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി നാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ബിസിനസ് മീറ്റെല്ലാം വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഡെൻകെയറിന്റെ ഒരു എക്സ്പാൻഷൻ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇനി ഒരു എക്സ്പാൻഷൻ, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ സ്റ്റേജിലേക്ക് പോകാൻ അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടോ? ഒരു 5 വർഷം കഴിയുമ്പോൾ ഡെൻകെയറിനെ എവിടെയാണ് കാണുന്നത്? 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഡെൻകെയർ 5000 കോടി മൂല്യമുള്ളൊരു കമ്പനിയായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ലോകത്തിലെ 1ാം സ്ഥാനത്തായിരിക്കും ഡെൻകെയർ എന്നും ഞാൻ സ്വപ്നം കാണുന്നു. അതിലേക്ക് ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എത്തുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ ജോൺ കുര്യാക്കോസ് സാറുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. സാറിന്റെ മകൻ ജോഷുവ എൻ്റെ സ്റ്റുഡന്റ് കൂടിയായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത തലമുറയിൽ എനിക്ക് തോന്നുന്നു ജോഷുവ ജോൺ ആയിരിക്കും ചിലപ്പോൾ അതിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.